ഹലോ മക്കളെ, നമ്മൾ കഴിച്ചതൊന്നുമല്ല കേട്ടോ മന്തി. ഇതാണ് മന്തി. മന്തിയുടെ വെറൈറ്റി ഓഫ് വേർഷൻസ് നമുക്ക് ഇവിടെ കാണാം, പല പേരിലായി കാണാൻ കഴിയും. നമ്മൾ നാട്ടിൽ നിന്ന് മന്തി എന്ന് പറഞ്ഞ് കഴിച്ചതല്ല മന്തി എന്ന് ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നാട്ടിൽ നിന്ന് മന്തി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പറ്റിക്കായിരുന്നു ഗൈസ്. ഇതാണല്ലോ ഹാബ് കിച്ചൻ്റെ ഉൾവശം. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇവരുടെ ഒരു പരമ്പരാഗതമായ രീതി. അതല്ല ഹാബ് കിച്ചൻ്റെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഓരോ റൂംസ് ഉണ്ടാവും. നമ്മൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഈ ഒമാനികളുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അത് തന്നെ നമുക്കും ഫോളോ ചെയ്യാൻ വിചാരിച്ച് ഞങ്ങളും അതുപോലെ തന്നെയാണ് കഴിച്ചത്. അല്ലാത്ത സിറ്റിങ്സും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പക്ഷേ ഞങ്ങൾ കഴിച്ചത് നിലത്തിരുന്നാണ്. ഇങ്ങനെ ഓരോ റൂംസ് ഉണ്ടാക്കും. നിലത്തിരുന്ന് കഴിക്കുന്ന ഓരോ കർട്ടനൊക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഓരോ റൂംസാണ് നമുക്ക് ഉണ്ടാവുക. അടിപൊളി വൈബാണ് കേട്ടോ. ഈ ഒരു വൈബ് ആസ്വദിക്കണേ, ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കണം. നമ്മൾ ഇരുന്ന് കഴിക്കും. അവരൊരു ഷീറ്റൊക്കെ കൊണ്ടുത്തരും കേട്ടോ. നമ്മളത് നല്ല വൃത്തിയുള്ള ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് തന്നെയാണ്. ഇങ്ങനെ നിലത്തിരുന്നിട്ട് ആണ് ഇവിടെ കഴിക്കുന്നത്. അല്ലാത്ത സെറ്റിങ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഐറ്റം ഓർഡർ ചെയ്യാണ്. നമ്മൾ സെറൂബിയൻ റൈസും മീറ്റ് ഗോസിയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും സെറൂബിയൻ റൈസ് വിത്ത് മീറ്റ് ഗോസി. നമ്മൾ ഓർഡർ ചെയ്ത് കാത്തിരുന്ന ഐറ്റം എത്തിയിട്ട് അടിപൊളി. എന്താ ഭംഗി കാണാൻ. ഇത് റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുള്ള റൈസാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഈ റൈസിൻ്റെ കളർ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പോലെ കളർ ആഡ് ചെയ്തതല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാഫ്രോൺ റൈസാണ്. അതായത് സാഫ്രോൺ ഇട്ടിട്ടാണ് ഈ ഒരു റൈസിന് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ രണ്ടൊരു ഐറ്റം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു മട്ടൺ കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഉരുള കഴിക്കുമ്പോണ്ടല്ലോ, ഹായ് വാ, എന്താണ് ആ ടേസ്റ്റ്. നമുക്കിതിൻ്റെ കൂടെ ഈ സലാഡ്സും കിട്ടുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ കൂടെ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മൾ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. നിലത്തിരുന്ന് ഇതേപോലെ ഒരു ഷീറ്റ് നമുക്ക് തരും. അതിൽ റൈസ് ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുക. നമ്മൾ കഴിക്കുന്ന പറ്റുന്ന ഷീറ്റാണിത്. അപ്പം അല്ലാത്ത സിറ്റിങ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതാണ് ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, ഈ ഒമാനികളുടെ. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ആസ്വദിക്കാമെന്ന് വെച്ചു. ഈ മട്ടനൊക്കെ എന്താ പറയുക ഇങ്ങനെ വെന്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ വേവിക്കുന്നത്. മട്ടനെല്ലാം കൂടെ മസാല കഴിച്ചിട്ട് ഒരു ചാക്കിൽ കെട്ടി ഒരു കുഴിയിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഷുവ എന്നാണ് ഇതിന് പറയുക, ഷുവ. അതുകൊണ്ടാണ് ഇത് ഇത്ര നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുന്നത് കേട്ടോ. മന്തി എന്ന് പറയുന്നത് തന്നെ ഒരു കുഴിയിൽ വെച്ചുണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷേ ശരിക്കും അത് ഇവിടെയാണ് ചെയ്യുന്നത്. ഇത് നോക്കിയ മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുള്ളത്. തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലുള്ള, തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പോരുന്ന മട്ടനാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവരും ഒന്ന് ജീവിതത്തിൽ ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും നാവിൽ നിന്ന് മറക്കില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് സുലൈമാനി കുടിച്ചാലോ? സുലൈമാനി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ സുലൈമാനി എടുക്കാൻ പോവാണ്. ഇവിടെ സുലൈമാനി ഫ്രീ ആയിട്ടാണ് കേട്ടോ ഇവർ തരുന്നത്. സുലൈമാനി ഉണ്ട്, അതേപോലെ തന്നെ കോഫിയും ഉണ്ട്. സുലൈമാനി ഇത് കണ്ടോ, റൈസിൽ നല്ല സഫ്രോൺ ഇട്ടുകൊണ്ടാണ് കേട്ടോ കൈ ഇങ്ങനെ ചുവന്ന് കിടക്കുന്നത്. 2 തവണ നമ്മൾ കൈ സൂപ്പിട്ടിട്ട് കഴിക്കിട്ടും ഈ കളർ പോണില്ല. അപ്പോൾ നമ്മളിതേ സുലൈമാനിയൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. സുലൈമാനിക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ, ചൂട് തണിയാത്തതുകൊണ്ട് ഞാനത് 2 ഗ്ലാസ് എക്സ്ട്രാ വെച്ചിട്ട് കാറിലെടുത്ത് വന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്രയൊക്കെ ആസ്വദിച്ചുകൊണ്ട് മെല്ലെ കുടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പോവാം. അടിപൊളിയല്ലേ? ഈ ഒരു മന്തിൻ്റെ സ്പോട്ട് ആരും മിസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഒമാനിൽ മസ്കറ്റിൽ ആണ് ഈ ഒരു മന്തി റെസ്റ്റോറൻറ്റ് വരുന്നത്.
നമ്മൾ കഴിച്ച ജീവിതത്തിൽ നാട്ടിൽ നിന്ന് കഴിച്ച മന്തി പോലെയേ അല്ല.